ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂടെ അപ്കമിംഗ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. വീട്ടിലേക്ക് വന്ന സുധീഷ് നിധിയുടെ റൂമിലേക്ക് ഒന്ന് നോക്കിയിട്ട് സുഭാഷിനോട് ചോദിക്കുന്നു, ബ്രദർ എന്റെ വൈഫ് എവിടെ? എന്താന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ സുധീഷ് പറയുകയാണ്, വൈഫ് ഭാര്യ എവിടെ? സുഭാഷ് പറയുന്നു, നിധിയും നികേഷും കൂടി ക്ഷേത്രത്തിലേക്ക് പോയതാ. സുധീഷ് ചോദിക്കുന്നു, എന്റെ ഭാര്യ എപ്പ വരും? സുഭാഷ് ചോദിക്കുന്നു, എന്താടാ നീ ഭാര്യ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? സുധീഷ് പറയുകയാണ്, നിധി സുഭാഷേട്ടനെ ചേട്ടനായിട്ടല്ലേ കാണുന്നത്. സുഭാഷേട്ടന്റെ ബ്രദർ ആയതുകൊണ്ട് എന്നെ ഇനിയും അവള് ബ്രദറായി കാണുമോന്നുള്ള പേടിയാ. അതുകൊണ്ടാ നിധി ഇവിടെ ഇല്ലാത്തപ്പോൾ എന്റെ ഭാര്യ എന്ന് പറഞ്ഞ് സന്തോഷിക്കുന്നത്. ഈ സമയം സുഭാഷേട്ടാന്ന് വിളിച്ച് പ്രസാദവുമായി അവിടേക്ക് വരികയാണ് നിധി. പിന്നാലെ നികേഷും വരുന്നു. പ്രസാദം തൊട്ട് സുധീഷ് പറയുന്നു, മാഡത്തിനൊരു ഹാപ്പി ന്യൂസ് ഉണ്ട്. എന്ത് ഹാപ്പി ന്യൂസ് എന്ന് നിധി ചോദിക്കുമ്പോൾ സുധീഷ് പറയുകയാണ്, നിധിയുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഇന്ന് നിധിക്ക് കിട്ടും. വിശ്വസിക്കാനാകാതെ നിധി ചോദിക്കുന്നു, ഇന്നോ? ഇത്ര പെട്ടെന്ന് എങ്ങനെ കിട്ടും? മാഡം കുറച്ചുകൂടി സമയം പറഞ്ഞായിരുന്നല്ലോ. സുധീഷ് പറയുകയാണ്, മാക്സിമം 2 വീക്സ് ആകും. അതിനുള്ളിൽ കിട്ടാനും സാധ്യതയുണ്ടെന്നും പറഞ്ഞില്ലേ? ഞാനല്ലേ റെക്കമെൻഡ് ചെയ്തത്, പിന്നെ കിട്ടാതിരിക്കുമോ? സത്യമായിട്ട് ഇന്ന് കിട്ടുമോ എന്ന് നിധി ചോദിക്കുമ്പോൾ സുധീഷ് പറയുകയാണ്, സത്യമായിട്ടും ഇന്ന് കിട്ടും. പക്ഷെ നമ്മൾ തന്നെ കോളേജിൽ പോയി വാങ്ങണം. അവരാരും വീട്ടിൽ കൊണ്ട് തരത്തില്ല. അതുകൊണ്ട് വേഗം റെഡിയാകും. നമുക്ക് സർട്ടിഫിക്കറ്റ് വാങ്ങിട്ട് വരാം. ഇത് കേട്ട് സുഭാഷ് സന്തോഷത്തോടു കൂടി നിൽക്കുമ്പോൾ നികേഷ് പറയുന്നു, ഏട്ടത്തി സന്തോഷായില്ലേ? ഏട്ടത്തിക്ക് ഇന്ന് ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടാൻ പോകുകയാണ്. ഓൾ ദ ബെസ്റ്റ് എന്ന് പറഞ്ഞ നിധിക്ക് കൈ കൊടുക്കുകയാണ് നികേഷ്. ഭഗവാനോട് പ്രാർത്ഥിച്ച് സന്തോഷത്തോടു കൂടി സുധീഷിന്റെ ഒപ്പം പോവുകയാണ് നിധി. തുടർന്ന് നികേഷ് വിഷമത്തോടു കൂടി ഇരിക്കുമ്പോൾ, ഇന്ന് ജോലി കുറവാ, കുറച്ചു സമയം നിന്റെ കൂടെ ഇരിക്കാന്ന് പറഞ്ഞ് സുഭാഷ് നികേഷിന്റെ അരികിലേക്ക് ഇരിക്കുകയാണ്. എനിക്ക് കുഴപ്പമില്ല സുഭാഷ് ഏട്ടാന്ന് നികേഷ് പറയുമ്പോൾ സുഭാഷ് പറയുന്നു, നമുക്കിന്ന് നിനക്ക് ഇഷ്ടപ്പെട്ട ബിരിയാണി വാങ്ങാം. നികേഷ് ചോദിക്കുന്നു, സുഭാഷ് ഏട്ടാ എന്റെ അമ്മ ഇപ്പോഴും ജീവനോടെ ഉണ്ടോ? ഇത് കേട്ട് സുഭാഷ് ടെൻഷനോടുകൂടി ഇരിക്കുമ്പോൾ നികേഷ് ചോദിക്കുന്നു, അവരിപ്പം എവിടെയുണ്ട്? ജീവനോടെ ഉണ്ടോ? നാട്ടിലെല്ലാവരും അച്ഛൻ കൂട്ടിക്കൊണ്ടുവന്ന ലേഡി ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്ന് പോലും അറിയില്ല എന്ന് പറയാറുണ്ട്. ശരിക്കും അവര് എവിടെയാ? സുഭാഷ് വിഷമത്തോടു കൂടി ഇരിക്കുമ്പോൾ നികേഷ് പറയുന്നു, ശരി അത് വിട്. അവരിവിടെ ഉണ്ടായിരുന്നപ്പോൾ നിങ്ങളെ എല്ലാവരെയും നന്നായിട്ട് നോക്കുമായിരുന്നോ? നിങ്ങൾക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തരുമായിരുന്നോ? നിങ്ങളെ വഴക്ക് പറയാറുണ്ടായിരുന്നോ? അതോ അവര് വന്ന സമയത്ത് നിങ്ങൾക്ക് അവരോട് ദേഷ്യമായിരുന്നു എന്ന് എനിക്കറിയാം. പിന്നീട് നിങ്ങൾക്ക് അവരോട് സ്നേഹം തോന്നിയോ? ആരാണെങ്കിലും ദേഷ്യം വരുമല്ലേ, വെറുത്തു പോകും. കൈക്കുഞ്ഞായിരുന്ന എന്നെ വരെ ഇവിടെ ഇട്ടിട്ട് പോയതല്ലേ അവര്. അപ്പൊ നിങ്ങൾക്ക് എന്നോടും ദേഷ്യമല്ലേ തോന്നേണ്ടത്? നിങ്ങൾക്ക് എപ്പോഴാ എന്നെ വളർത്താൻ തോന്നിയത്? എനിക്കൊന്നും ഓർമ്മയില്ല. സുഭാഷ് പറയുന്നു, എടാ നിനക്ക് ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ആ ഫോട്ടോ കണ്ടപ്പോൾ തുടങ്ങിയതല്ലേ? അത് വേണ്ട. നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടും വിഷമിച്ചിട്ടും അപമാനിക്കപ്പെട്ടിട്ടും ഒക്കെ ഉണ്ട്. നിന്റെ ഒരു ചോദ്യത്തിന് മാത്രം ഞാൻ ഉത്തരം തരാം. നിന്റെ അമ്മ ഇപ്പം എവിടെയാണെന്ന് എനിക്കറിയില്ല. പക്ഷെ അവര് ജീവനോടെ ഉണ്ടെങ്കിൽ നിന്നെ കാണാൻ വരുമായിരുന്നല്ലോ. എടാ നികേഷ്, നിനക്ക് ഞങ്ങൾ എല്ലാവരും ഉണ്ട്. നമ്മൾ ജീവിക്കുന്ന ഈ ജീവിതം മാറിപ്പോകില്ല. നീ ഞങ്ങളുടെ അനുജനാടാ, ഞങ്ങളുടെ ജീവനാ. നീ ഇങ്ങനെ വിഷമിക്കുന്നത് ഞങ്ങൾക്ക് ഇങ്ങനെ കാണാൻ കഴിയില്ല നികേഷേ. നീ എനിക്കൊരു സത്യം ചെയ്തു തരണം. പഴയ കാര്യങ്ങളൊന്നും ഇനി ഓർക്കില്ലാന്ന്, അതിനെപ്പറ്റി ആലോചിക്കില്ലാന്ന് സത്യം ചെയ്യ് നികേഷേ. അതെങ്ങനെ സുഭാഷ് ഏട്ടാ ഞാൻ സത്യം ചെയ്യുക എന്ന് നികേഷ് ചോദിക്കുമ്പോൾ സുഭാഷ് പറയുന്നു, ശരി നിനക്ക് അങ്ങനെ ചിന്തിക്കണമെന്ന് വിചാരിക്കുമ്പോൾ നീ സുധീഷിനെയും ഹരീഷിനെയും ഓർക്കണം, എന്നെ പറ്റിയും വിചാരിക്കണം. അങ്ങനെ നീ എല്ലാവരെയും പറ്റിയും ആലോചിച്ചാൽ നിന്റെ ഈ ചിന്തകളെല്ലാം മാറിപ്പോകും. നോക്ക്, നീ എന്റെ തലയിൽ കൈവച്ച് സത്യം ചെയ്യ്. ഇനി നീ ഇങ്ങനെയൊന്നും ചിന്തിക്കില്ലെന്ന് സത്യം ചെയ്യ്. അങ്ങനെ നികേഷിന്റെ കൈ പിടിച്ച് തലയിൽ വയ്ക്കുകയാണ് സുഭാഷ്. വിഷമത്തോടുകൂടി നികേഷ് പറയുന്നു, ശരി സുഭാഷ് ഏട്ടാ, ഞാൻ ഇനി ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും ചോദിക്കില്ല. സുഭാഷ് പറയുന്നു, ചോദിക്കില്ല എന്നല്ല, ആലോചിക്കുകയില്ലെന്ന് സത്യം ചെയ്യ്. നികേഷ് പറയുന്നു, ശരി സുഭാഷ് ഏട്ടാ, ആലോചിക്കില്ല. ശരിയടാ, ഞാൻ നിനക്ക് എന്തെങ്കിലും കഴിക്കാൻ എടുത്തോണ്ട് വരാന്ന് പറഞ്ഞ് സുഭാഷ് അവിടെ വന്ന് എഴുന്നേൽക്കുമ്പോൾ സുഭാഷിന്റെ കയ്യിൽ കയറി പിടിച്ച് കണ്ണു നിറഞ്ഞ് സുഭാഷിനെ കെട്ടിപ്പിടിക്കുകയാണ് നികേഷ്. സുഭാഷ് നികേഷിനെ ചേർത്ത് പിടിക്കുന്നു. തുടർന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങാനായി വരികയാണ് സുധീഷും നിധിയും. കോളേജിനകത്തേക്ക് പോകുന്ന നിധി പ്രാർത്ഥിക്കുകയാണ്, ഭഗവാനെ ഇന്ന് എന്റെ സർട്ടിഫിക്കറ്റ് കിട്ടണേ. സുധീഷ് പറയുന്നു, നിധി ടെൻഷൻ ആകണ്ട, ഇന്ന് സർട്ടിഫിക്കറ്റ് കിട്ടും. നിധി ഇവിടെ ഇരിക്കും, ഞാൻ മാഡത്തിനെ പോയി കണ്ടിട്ട് വരാം. അങ്ങനെ സുധീഷ് മാഡം എന്ന് വിളിച്ച് ക്യാബിന്റെ അരികിലേക്ക് ചെല്ലുകയാണ്. സുധീഷ് എന്ന് വിളിച്ച് സന്തോഷത്തോടു കൂടി അരികിലേക്ക് വന്നെന്ന് സംസാരിക്കുകയാണ് മാഡം. അവരെ തന്നെ നോക്കി ടെൻഷനോടുകൂടി ഇരിക്കുകയാണ് നിധി മനസ്സിൽ പറയുന്നു, അയ്യോ ഭഗവാനെ, ഇതെല്ലാം കണ്ടാലേ എനിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടത്തുള്ളൂ. അരികിലേക്ക് വന്ന മാഡം പറയുന്നു, ഹായ് നിധി, ഇന്ന് നിധിയുടെ സർട്ടിഫിക്കറ്റ് കിട്ടും. സത്യമാണോ മാഡം എന്ന് നിധി ചോദിക്കുമ്പോൾ മാഡം പറയുന്നു, അതെ നിധി, വാ പ്രൊസീജിയേഴ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്യും. ഒരു സാറിന്റെ അരികിലേക്ക് വന്ന മാഡം പറയുന്നു, സർ ഞാൻ പറഞ്ഞിരുന്നില്ലേ നിധി അവരായത്, സർട്ടിഫിക്കറ്റ് എടുത്തു കൊടുക്ക്. സാർ പറയുന്നു, ദാ ഇതിലൊന്ന് സൈൻ ചെയ്യണേ. സർട്ടിഫിക്കറ്റ് സൂക്ഷിച്ചു വെക്കേണ്ടതല്ലായിരുന്നു. നിധി പറയുന്നു, സോറി സർ, മിസ്സായി പോയി. അങ്ങനെ സൈൻ ചെയ്ത് കൊടുക്കുകയാണ് നിധി. സാർ പറയുന്നു, ശരി കുറച്ചു നേരം വെയിറ്റ് ചെയ്യാം, ഞാൻ വിളിക്കാം. മാഡം പറയുന്നു, നിങ്ങള് അവിടോട്ടിരിക്കും, വിളിക്കും. സർട്ടിഫിക്കറ്റ് കിട്ടണേന്ന് പറഞ്ഞ ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ് നിധി.
സുധീഷ് പുഞ്ചിരിച്ച് നിധിയെ നോക്കുന്നു. സർട്ടിഫിക്കറ്റുമായി അരികിലേക്ക് വന്ന മാഡം പറയുന്നു, നിധി ദാ നിധിയുടെ സർട്ടിഫിക്കറ്റ്സ്. കണ്ടു നിറഞ്ഞ സന്തോഷത്തോടുകൂടി വിശ്വസിക്കാനാകാതെ നിധി ആ സർട്ടിഫിക്കറ്റ് വാങ്ങുമ്പോൾ പുഞ്ചിരിച്ച് സ്നേഹത്തോടുകൂടി നിധിയെ തന്നെ നോക്കി നിൽക്കുകയാണ് സുധീഷ്. നിധി പറയുന്നു, ഒരുപാട് നന്ദിയുണ്ട് മാഡം. സർട്ടിഫിക്കറ്റ് കിട്ടുമെന്ന് മാഡം പറഞ്ഞപ്പോ പോലും എനിക്ക് ഭയമായിരുന്നു കിട്ടുമോ ഇല്ലയോ എന്ന്. മാഡം ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് ഈ സർട്ടിഫിക്കറ്റ് കിട്ടില്ലായിരുന്നു. ഒരുപാട് നന്ദിയുണ്ട് മാഡം. പുഞ്ചിരിച്ച് മാഡം പറയുന്നു, ഇറ്റ്സ് ഓക്കെ നിധി, ഓൾ ദ ബെസ്റ്റ് എന്ന് പറഞ്ഞ് നിധിക്ക് കൈ കൊടുത്ത് മാഡം അവിടെ വന്ന് പോകുമ്പോൾ മാഡം ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ് പിന്നാലെ ചെന്ന് സുധീഷ് പറയുന്നു, ഒരുപാട് നന്ദിയുണ്ട് മാഡം. നിധി കണ്ണു നിറഞ്ഞ സന്തോഷത്തോടു കൂടി സർട്ടിഫിക്കറ്റ് എടുത്ത് നോക്കുകയാണ്. നിധി ഓർക്കുന്നു, രാജീവ് ആ സർട്ടിഫിക്കറ്റ് കത്തിച്ചു കളഞ്ഞത്. നിധി അവരെ വെല്ലുവിളിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. തുടർന്ന് നിധി മനസ്സിൽ പറയുന്നു, ഇനിയും ഞാൻ ജോലിക്ക് പോകുന്നത് ആർക്കും തടയാൻ കഴിയില്ല. സുധീഷ് ചിരിച്ചോടെ മാഡത്തിനോട് ചോദിക്കുന്നു, എന്താ മാഡം ഇങ്ങനെ, എന്തിനാ എന്നെ ഇങ്ങനെ കളിയാക്കുന്നത്? ഇവനെ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ് ദേഷ്യത്തോടു കൂടി അവരെ നോക്കുകയാണ് നിധി. സുധീഷ് ഇടയ്ക്ക് നിധിയെ ശ്രദ്ധിക്കുന്നുണ്ട്. മാഡം ക്യാബിനിലേക്ക് പോയതിനു ശേഷം സർട്ടിഫിക്കറ്റുകൾ നോക്കിയിരിക്കുന്ന നിധിയുടെ അരികിലേക്ക് വന്ന് സുധീഷ് ചോദിക്കുന്നു, നിധി എന്താ ഈ ചെയ്യുന്നത്? ഒന്നുമില്ല എന്ന് പറഞ്ഞ് നിധി സർട്ടിഫിക്കറ്റ് എടുത്ത് വെക്കുകയാണ്. സുധീഷ് പറയുകയാണ്, ഞാൻ ഏതെങ്കിലും ഒരു പെണ്ണിനോട് സംസാരിച്ചാൽ നിനക്ക് ഇഷ്ടപ്പെടുന്നതേ ഇല്ലല്ലോ. നിധി പറയുന്നു, അങ്ങനെയൊന്നുമില്ല, അതെല്ലാം വിട്. ഒരുപാട് പോരാടി ഈ സർട്ടിഫിക്കറ്റ് കയ്യിൽ കിട്ടിയിരിക്കുക. ഇത് നടക്കുമെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല. ഇതിനെല്ലാം കാരണക്കാരൻ സുധീഷാണ്. നിധി ഇതൊക്കെ വലിയ കാര്യമാണോ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ, ഒരുപാട് നന്ദിയുണ്ട് സുധീഷ് എന്ന് പറഞ്ഞ് കൈ കൊടുക്കുകയാണ് നിധി. സുധീഷ് പുഞ്ചിരിച്ച് നിധി ഒന്ന് നോക്കിയിട്ട് നിധിക്ക് കൈ കൊടുക്കുകയാണ്. ശേഷം നിധി സന്തോഷത്തോടു കൂടി സർട്ടിഫിക്കറ്റിലേക്ക് നോക്കി നിൽക്കുമ്പോൾ തന്റെ കയ്യിൽ നോക്കി വളരെ സന്തോഷത്തോടു കൂടി നിൽക്കുകയാണ് സുധീഷ്. നിധി പറയുന്നു, ഈ ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടി ഞാൻ ഒരുപാട് അപമാനിക്കപ്പെട്ടു. ഇതാണ് എന്റെ ആദ്യത്തെ വിജയം. ഇനി ഞാൻ ആഗ്രഹിച്ചതെല്ലാം സ്വന്തമാക്കാൻ പോവുകയാണ്. സുധീഷ് പറയുന്നു, എന്റെ ആഗ്രഹവും അതാണ്. തക്കലയിൽ വെച്ച് നിധി ആഗ്രഹങ്ങൾ പറയുന്നത് കേട്ടപ്പോൾ അമ്പരം നിരുന്നതാണ് ഞാൻ. ആഗ്രഹിച്ചതെല്ലാം നേടിയെടുക്കണം നിധി, അതേ സുധീഷിന് കാണണം. പുഞ്ചിരിച്ച നിധി പറയുന്നു, താങ്ക് യു സുധീഷ്. തുടർന്ന് അവർ സന്തോഷത്തോടു കൂടി കാറിൽ യാത്ര ചെയ്യുകയാണ്. ബീച്ച് കണ്ട് നിധി പറയുകയാണ്, സുധീഷ് ഇത് ബീച്ച് അല്ലേ? സുധീഷ് പറയുകയാണ്, കണ്ടിട്ട് മനസ്സിലായില്ലേ, ബീച്ച് തന്നെയാണ്. നിധി പറയുന്നു, സുധീഷിന് ടൈം ഉണ്ടെങ്കിൽ നമുക്കൊന്ന് ബീച്ചിൽ ഇറങ്ങിയാലോ? സുധീഷ് പറയുന്നു, അതിനെന്താ, എന്ത് ചോദ്യം ഇത്? ദേ ഇപ്പൊ തന്നെ വണ്ടി സൈഡിലേക്ക് നിർത്താം. കാറിൽ നിന്നും ഇറങ്ങിയ നിധി ചോദിക്കുന്നു, കാർ ലോക്ക് ചെയ്തില്ലേ സുധീഷ്? സർട്ടിഫിക്കറ്റ് ഭദ്രമായിട്ടിരിക്കണം, അതുകൊണ്ടാ. സുധീഷ് പറയുന്നു, നിധി ഇനിയും നിധിയുടെ സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടു പോകാൻ ഒരു ചാൻസ് ഞാൻ കാണുന്നില്ല. ധൈര്യമായിട്ട് വാ. തുടർന്ന് ബീച്ചിലൂടെ നടക്കുന്ന നിധി പറയുകയാണ്, എന്തൊരു വെയിലാ. നിധി ഒന്ന് നോക്കിയിട്ട് സുധീഷ് പറയുന്നു, നിധി ഒരു മിനിറ്റ്, ഞാനിപ്പോ വരാമേ. അങ്ങനെ സുധീഷ് കാറിൽ നിന്നും കൂടെയും വെള്ളവും എടുത്തുകൊണ്ട് നിധിയുടെ അരികിലേക്ക് ഓടി വരികയാണ്. എന്തിനാ ഇതെല്ലാം എന്ന് നിധി ചോദിക്കുമ്പോൾ സുധീഷ് പറയുകയാണ്, നിധി അല്ലേ പറഞ്ഞത് നല്ല വെയിലെന്ന്? താങ്ക്സ് എന്ന് പറഞ്ഞ നിധി കൂടെ വാങ്ങിച്ചു നോക്കുമ്പോൾ കാറ്റ് കാരണം കൂടെ നേരെ നിൽക്കുന്നില്ല. സുധീഷ് അത് വാങ്ങി മടക്കി വെക്കുകയാണ്. നിധി ശ്രദ്ധിക്കുകയാണ്. കൂടെയും പിടിച്ച് അവിടെ ഇരിക്കുന്ന ലവേഴ്സിനെ. നിധി ചോദിക്കുന്നു, സുധീഷ് ഇവരെല്ലാം എന്തിനാ ഈ പെയ്ത് വെയിലത്ത് വന്ന് മണ്ണിലിരിക്കുന്നത്? സുധീഷ് പറയുന്നു, അവരെല്ലാം ലവേഴ്സ് അല്ലേ, അവർക്ക് വെയിലടിച്ചാലും മഴ പെയ്താലും ഒന്നും അറിയില്ല, അതെല്ലാം മറ്റൊരു ഫീലാണ്. അതൊന്നും പറഞ്ഞാൽ നിധിക്ക് മനസ്സിലാകില്ല. നിധി ചോദിക്കുന്നു, ഇവർക്ക് ഈ വെയിലത്തിരുന്ന് എന്താ സംസാരിക്കാനുള്ളത്? അപ്പൊ സുധീഷ് പറയുകയാണ്, സംസാരിക്കാനൊക്കെ ഉണ്ട്. പ്രണയിച്ചാലേ പ്രണയം എന്താണെന്ന് അറിയൂ നിധി. നിധി ആരെങ്കിലും പ്രണയിച്ചിട്ടുണ്ടോ? നിധി പറയുകയാണ്, ഇല്ല. എന്താണെന്ന് സുധീഷ് ചോദിക്കുമ്പോൾ നിധി പറയുകയാണ്, എന്താന്ന് ചോദിച്ചാൽ ഞാനിപ്പോ എന്താ പറയുക? സുധീഷ് പറയുകയാണ്, അല്ല കോളേജിലെല്ലാം പോയിട്ടുണ്ട്, കാണാനും തരക്കേടില്ല, കൊള്ളാം. നിധി ചോദിക്കുന്നു, അത്രേ ഉള്ളോ? സുധീഷ് പറയുന്നു, കാണാൻ കൊള്ളാമെന്നേ. കോളേജിൽ വെച്ച് നിധിയെ ആരും പ്രപ്പോസ് ചെയ്തിട്ടില്ലേ? നിധി പറയുന്നു, ഇല്ല, എനിക്ക് ആരോടും അങ്ങനെ ഒരു ഫീല് തോന്നിയിട്ടുമില്ല. ഭയങ്കര പഠിപ്പിസ്റ്റായിരുന്നു അല്ലേന്ന് സുധീഷ് ചോദിക്കുമ്പോൾ നിധി പറയുകയാണ്, അതെ നന്നായി പഠിക്കുമായിരുന്നു. സുധീഷ് പറയുകയാണ്, അയ്യേ ബോറ്, അങ്ങനെയുള്ള പെണ്ണുങ്ങളെ ആർക്കാ ഇഷ്ടപ്പെടുക? നിധി ചോദിക്കുന്നു, ഇത്രയൊക്കെ സംസാരിക്കുന്നുണ്ടല്ലോ സുധീഷ്, അപ്പം സുധീഷ് ആരെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോ? സുധീഷ് പറയുന്നു, നിധി ഞാനൊക്കെ കോളേജിൽ പഠിക്കുമ്പോൾ പ്രപ്പോസലുകൾ വന്ന് കുമിയുകയായിരുന്നു. ഇത് കേട്ട് പൊട്ടിച്ചിരിച്ചുകൊണ്ട് നിധി പറയുകയാണ്, തമാശ പറയുകയാണോ? എനിക്ക് സുധീഷിനെ അറിയില്ലേ, ആരെയും പ്രേമിക്കാനൊന്നും സാധ്യതയില്ല. പെണ്ണുങ്ങളെ വായി നോക്കിയിരുന്നിട്ടുണ്ടാകും, അല്ലെങ്കിൽ സംസാരിക്കാൻ ട്രൈ ചെയ്തിട്ടുണ്ട്, അത്രേ ഉള്ളൂ. സുധീഷ് ചോദിക്കുന്നു, നിധിയോട് ആരാ ഇതൊക്കെ പറഞ്ഞത്? 8th പഠിക്കുമ്പോൾ എനിക്ക് ലവ് ഉണ്ടായിരുന്നു. 10th പഠിക്കുമ്പോൾ കുറച്ച് സീരിയസ് ആയിട്ടുള്ള ലവ് ഉണ്ടായിരുന്നു. 12th പഠിക്കുമ്പോൾ ഒരു പെണ്ണെന്നെ ഒരുപാട് അങ്ങ് പ്രണയിച്ചു. വൺ സൈഡ് ലവ് ആയിരുന്നു. വേണമെങ്കിൽ എന്റെ സ്കൂൾ ലവ് സ്റ്റോറി വെച്ച് ഒരു സിനിമ എടുക്കാം. നിധി പറയുന്നു, അപ്പൊ സുധീഷ് സ്കൂളിൽ പഠിക്കാൻ പോയിട്ടില്ല, പ്രേമിക്കാനാ പോയത്. ശരി, ഇപ്പൊ സുധീഷ് ആരെങ്കിലും പ്രണയിക്കുന്നുണ്ടോ? ഇത് കേട്ട് സുധീഷ് മനസ്സിൽ പറയുന്നു, ഇവളിത് അറിഞ്ഞോണ്ട് ചോദിക്കുന്നതാണോ അറിയാതെ ചോദിക്കുന്നതാണോ? പരാന്ന് നിധി പറയുമ്പോൾ സുധീഷ് പറയുകയാണ്, എനിക്കിപ്പം ഒരു പെണ്ണിനോട് പ്രണയമുണ്ട്. പ്രണയം തുറന്നു പറഞ്ഞ ആ പെണ്ണ് ഓക്കെ പറയുമോന്ന് അറിയില്ല. നിധി ചോദിക്കുന്നു, അതെന്താ, വലിയ വീടുണ്ട്, ബംഗ്ലാവുണ്ട്, കാറുണ്ടെന്നൊക്കെ നുണ പറഞ്ഞിട്ടുണ്ടോ? സുധീഷ് പറയുന്നു, നിധിയോട് കള്ളം പറഞ്ഞെന്ന് വെച്ച് എല്ലാവരോടും ഞാൻ കള്ളം പറയുമോ? ഇത് വൺ സൈഡ് ലവ്. ആ പെണ്ണിന് ഞാൻ പ്രണയിക്കുന്ന കാര്യം അറിയാമോ അറിയത്തില്ലയോ
എന്ന് പോലും എനിക്കറിയില്ല. നിധി ചോദിക്കുന്നു, സുധീഷ് ഞാൻ വേണമെങ്കിൽ ആ പെൺകുട്ടിയോട് സംസാരിക്കാം. അപ്പൊ സുധീഷ് പറയുകയാണ്, ഇത് കേട്ടാ തോന്നുമല്ലോ എന്റെ കുടുംബത്തിനെ സഹായിക്കാനായിട്ട് തക്കലയിൽ നിന്നും വന്നതാണെന്ന്. നിധി പറയുന്നു, വേണ്ടെങ്കിൽ പോ, എന്നെ സഹായിച്ചതുകൊണ്ട് ഞാൻ ചോദിച്ചതാ. സുധീഷ് പറയുന്നു, ഈ ഹെൽപ്പിനിപ്പം തിരിച്ച് ഹെൽപ്പ് ചെയ്യണ്ട, സമയം വരട്ടെ അപ്പൊ ഞാൻ പറയാം. സുധീഷ് നിധിക്ക് കപ്പലണ്ടി വാങ്ങി കൊടുക്കുകയാണ്. സുധീഷ് പറയുന്നു, നിധി നികേഷ് ഈ ബീച്ചിൽ അന്ന് രാത്രി വന്നിരുന്നത്. നിധി ചോദിക്കാണ്, ഞാനത് ചോദിക്കണമെന്ന് വിചാരിച്ചിരുന്നു. ഇതുവരെ നികേഷിന്റെ വിഷമം മാറിയിട്ടില്ല. സുധീഷ് പറയുന്നു, അവനിൽ നിന്നും ഞങ്ങൾ മറച്ചു വെച്ച സത്യം വലുതല്ലേ, അത് അവന്റെ മനസ്സ് അംഗീകരിച്ച് പഴയതുപോലെ ആകാൻ കുറച്ച് സമയമെടുക്കും. നിധി പറയുന്നു, ഈ സമയത്ത് വേണം എവിടെയെങ്കിലും യാത്രയ്ക്ക് പോകാൻ. ആ യാത്രയൊക്കെ ആസ്വദിച്ച് വിഷമങ്ങളെല്ലാം മറന്ന് സന്തോഷത്തോടെ മടങ്ങി വരണം. നികേഷിനത് നന്നായിരിക്കും. പിന്നെ സുഭാഷ് ഏട്ടനും സുനന്ദയുടെ കാര്യത്തിൽ വിഷമിച്ചിരിക്കുകയല്ലേ. സുധീഷ് നിങ്ങളുടെ ഫാമിലിയും കൂട്ടി എവിടെയെങ്കിലും യാത്ര വെക്കൂടെ? സുധീഷ് ചോദിക്കുന്നു, എവിടെയെങ്കിലും എന്ന് പറഞ്ഞ ഈ നാട് വിട്ട് എവിടെയെങ്കിലും പൊയ്ക്കോളാനാണോ പറയുന്നത്? നിധി പറയുന്നു, അയ്യോ ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്, ഇവിടെ അടുത്തെവിടെയെങ്കിലും ട്രിപ്പ് പോലെ ഒന്ന് പോയിട്ട് വരാന്നാ പറഞ്ഞത്. നിങ്ങൾ 4 പേരും കൂടി ഒന്ന് പോയിട്ട് വാ. സുധീഷ് പറയുകയാണ്, ഞങ്ങൾ 4 പേരും കൂടി പോയിട്ട് വരാൻ പറഞ്ഞാൽ നിധി എന്ത് ചെയ്യും? നിധി പറയുന്നു, ഞാൻ വീട്ടിലുണ്ടാകും, അല്ലെങ്കിൽ ഞാൻ വേറെ എന്തെങ്കിലും അറേഞ്ച് ചെയ്തോളാം. സുധീഷ് പറയുന്നു, നിധി വരാമെന്ന് പറ, നമുക്ക് ട്രിപ്പ് പോയിട്ട് വരാം. നിധി പറയുന്നു, ഞാനങ്ങും വരത്തില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നി, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ. സുധീഷ് പറയുന്നു, നിധിയും കൂടി വരുന്നെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടെ ഹാപ്പി ആയിട്ട് പോയിട്ട് വരാം, അല്ലെങ്കിൽ വേണ്ട. നിധി പറയുന്നു, ഞാൻ വന്നിട്ട് എന്ത് ചെയ്യാനാ, നിങ്ങൾ 4 പേരും കൂടി പോയിട്ട് വാ. പുഞ്ചിരിച്ച സുധീഷ് മനസ്സിൽ പറയുന്നു, ഈ ട്രിപ്പ് ഐഡിയ സൂപ്പർ ആയിട്ടുണ്ടല്ലോ, ഞങ്ങളും പോകും, കൂടെ നീയും വരും. നിധിയെയും കൊണ്ടേ ഞങ്ങൾ പോകും. തുടർന്ന് വർക്ക്ഷോപ്പിലിരിക്കുന്ന ഹരീഷ് നീതു വരുന്നുണ്ടോന്ന് റോഡിലേക്ക് നോക്കുകയാണ്. ഇത് ടിറ്റോയും ചന്തുവും ശ്രദ്ധിക്കുന്നുണ്ട്. നീതു ആ വഴി വരുമ്പോൾ ഹരീഷ് നീതുവിനെ തന്നെ നോക്കുകയാണ്. പക്ഷെ നീതു കടയിലേക്ക് നോക്കാതെ മുന്നോട്ട് നടന്നു പോകുന്നു. അങ്ങോട്ടേക്ക് ശ്രദ്ധിക്കാനായി ഹരീഷ് ശബ്ദം ഉണ്ടാക്കുന്നുവെങ്കിലും നീതു ശ്രദ്ധിക്കുന്നില്ല. ഈ സമയം നീതുവിന്റെ ഫോണിലേക്ക് ഒരു കോള് വരികയാണ്. ഫോൺ അറ്റൻഡ് ചെയ്ത് നീതു പറയുന്നു, ഞാൻ വന്നോണ്ടിരിക്കുകയാടി, ഈ ബസ് സ്റ്റാൻഡിന്റെ അടുത്ത് ഒരു പഴയ മെക്കാനിക് ഷോപ്പ് ഇല്ലേ, അതിന്റെ അടുത്തെത്തി. ഇത് കേട്ട് കണ്ണു തട്ടി നീതുവിനെ ഒന്ന് നോക്കിയിട്ട് ബൈക്കിൽ തട്ടി സൗണ്ട് ഉണ്ടാക്കുകയാണ് ഹരീഷ്. നീതു ഇത് കേൾക്കുന്നുവെങ്കിലും ശ്രദ്ധിക്കാതെ ഫോണിൽ സംസാരിക്കുന്നു. ഹരീഷ് പറയുന്നു, വിളിക്കടാ അവളെ. അപ്പൊ ചന്തു പറയുകയാണ്, ഞാൻ എന്തിനാ വിളിക്കുന്നത്, ആശാന് വിളിക്കണമെങ്കിൽ ആശാൻ തന്നെ വിളിക്കണം, നിങ്ങളുടെ ഇടയിലേക്കൊന്നും ഞങ്ങളില്ലേ, ആളെ വിട്. വീണ്ടും ശബ്ദമുണ്ടാക്കിക്കൊണ്ട് ഹരീഷ് പറയുന്നു, കുറച്ച് ഓവർ ആണല്ലോ ഇവള്, എപ്പോഴും ഇവിടേക്ക് വരുന്നവളാണല്ലോ. നീതു ഫോൺ കട്ട് ചെയ്ത് മുന്നോട്ട് നടന്നു പോകുമ്പോൾ, എടാ കട നോക്കിക്കോ, ഞാൻ ഇപ്പൊ വരാന്ന് പറഞ്ഞ് ഹരീഷ് നീതുവിന്റെ പിന്നാലെ പോവുകയാണ്. നീതു നിക്കെന്ന് പറഞ്ഞ് ഹരീഷ് പിന്നാലെ വരുമ്പോൾ കേൾക്കാത്ത രീതിയിൽ മുന്നോട്ട് നടന്നു പോകുന്ന നീതു പുഞ്ചിരിച്ച് തലയാട്ടുകയാണ്. പിന്നാലെ നടന്നു വരുന്ന ഹരീഷ് പറയുന്നു, ഹലോ നീതു നില്ല്, ഒന്ന് അവിടെ നിൽക്കാൻ. ഇത് കേട്ട് നീതു തിരിഞ്ഞു നിൽക്കുമ്പോൾ അരികിലേക്ക് വന്ന ഹരീഷ് ചോദിക്കുന്നു, നീതു ഞാൻ എത്ര നേരമായി വിളിക്കുന്നു, കേൾക്കാത്ത രീതിയിൽ എന്താ ഇങ്ങനെ പോകുന്നത്? നീതു പറയുന്നു, നിങ്ങൾ ആരാ, എന്തിനാ എന്റെ പിന്നാലെ നടന്ന് ശല്യം ചെയ്യുന്നത്? ഹരീഷ് പറയുന്നു, മതി ഒരുപാട് ഓവർ ആക്കണ്ട, സോറി, സുഭാഷ് ഏട്ടനെ കല്യാണം കഴിക്കാമോ എന്ന് ഞാൻ ചോദിക്കാൻ പാടില്ലായിരുന്നു, ഞാൻ ചെയ്തത് തെറ്റായി പോയി, സോറി. സുഭാഷ് ഏട്ടന്റെ കല്യാണം നടക്കാത്തതിനെ കുറിച്ച് ആലോചിച്ച് വിഷമിച്ചിരിക്കുകയായിരുന്നു ഞാൻ. അപ്പോഴാ നീതു വന്ന് എന്റെ വീട്ടിൽ ജീവിക്കാൻ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞത്, അതുകൊണ്ടാ ഞാൻ അങ്ങനെ ചോദിച്ചത്. നീതു പറയുന്നു, ഇപ്പോഴല്ലേ മനസ്സിലായത് നിന്റെ മനസ്സിൽ എന്താണെന്ന്. ഞാൻ നിന്റെ മനസ്സിൽ ഏതെങ്കിലും ഒരു കോണിൽ ഉണ്ടായിരിക്കുമെന്ന് വിചാരിച്ച ഞാൻ നിന്റെ പിന്നാലെ നടന്ന് ശല്യം ചെയ്തത്. നീ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചതോടുകൂടി എനിക്ക് മനസ്സിലായി ഞാൻ നിന്റെ മനസ്സിലേ ഇല്ലാന്ന്. എന്നോടൊരു 10% സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ നീ എന്റെ മുഖത്ത് നോക്കി അങ്ങനെ ചോദിക്കില്ലായിരുന്നു. ഞാൻ നിന്റെ പിന്നാലെ വന്നത് എന്റെ തെറ്റാ. ഇനിയും നിന്റെ അടുത്തോ നിന്റെ കടയുടെ അരികിലോ ഞാൻ വന്നാൽ നീ എന്റെ മുഖത്ത് നോക്കി എന്താന്ന് ചോദിച്ചോ, ആളെ വിട്. ഇതോടെ എല്ലാം അവസാനിപ്പിക്കാം. ഇനി ഞാൻ നിന്നെ ശല്യപ്പെടുത്തില്ല, നീയും എന്നെ ശല്യപ്പെടുത്തരുത്, ബൈ എന്ന് പറഞ്ഞ് നീതു അവിടെ നിന്ന് പോകുമ്പോൾ വിഷമത്തോടു കൂടി നിൽക്കുകയാണ് ഹരീഷ്. നീതു പുഞ്ചിരിച്ചാലോചിച്ച് പതിയെ നടന്നു പോവുകയാണ്. എന്തു പറ്റി ആശാനെന്ന് ടിറ്റോ ചോദിക്കുമ്പോൾ ഹരീഷ് പറയുകയാണ്, ഞാൻ അവളോടൊരു സോറി പറഞ്ഞിട്ട് അവൾ ഓവറായിട്ട് സംസാരിച്ച് ശല്യപ്പെടുത്തതെന്ന് പറഞ്ഞു പോയിരിക്കുന്നു. അപ്പൊ ടിറ്റോ പറയുന്നു, ആശാനെ ആ പെണ്ണ് കുറെ നാളായല്ലോ ആശാന്റെ പുറകെ നടക്കാൻ തുടങ്ങിയിട്ട്, അപ്പോഴൊന്നും ആശ ശ്രദ്ധിച്ചിട്ടേ ഇല്ല, ഇപ്പം അവളുടെ പിന്നാലെ ആശ നടക്കുകയാണ്. ഹരീഷ് പറയുന്നു, ഞാൻ അവളുടെ പിന്നാലെ ഒന്നും പോയതല്ല, ഞാൻ അന്ന് ചോദിച്ചത് തെറ്റായി പോയെന്ന് തോന്നി, അതിനവളോട് സോറി പറയാൻ പോയതാ, സോറി പറഞ്ഞു, ഇനി ഒന്നുമില്ല, വാ വന്ന് ജോലി ചെയ്യാൻ നോക്ക്. അങ്ങനെ ഹരീഷ് ടെൻഷനോടുകൂടി ആലോചിച്ച് ബൈക്കിന്റെ അരികിലേക്ക് ഇരിക്കുകയാണ്. തുടർന്ന് വീട്ടിലേക്ക് വന്ന സുധീഷ് ടൂർ പോകുന്ന കാര്യം സുഭാഷിനോടും ഹരീഷിനോടും നികേഷിനോടും പറയുകയും അവരെ ടൂർ പോകാൻ സമ്മതിപ്പിക്കുകയുമാണ്. സന്തോഷത്തോടുകൂടി സുധീഷ് പറയുന്നു, 3 പേരും നല്ലൊരു തീരുമാനം എടുത്തല്ലോ, എപ്പോഴാ നമ്മൾ ടൂർ പോകുന്നതെന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ സുധീഷ് പറയുകയാണ്, ഉടനെ പോണം. ഉടനെ ഒന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ സുധീഷ് പറയുകയാണ്, അതേടാ ഉടനെ പോകണം, ട്രിപ്പ് പോകാൻ പ്ലാൻ ചെയ്ത
വെച്ചാൽ ഉടനെ തന്നെ പോണം. അതിനുവേണ്ടി നാളും മുഹൂർത്തം ഒക്കെ നോക്കാൻ പറ്റുമോ? ഡ്രസ് എല്ലാം എടുത്തു വെച്ചിട്ട് ഉടനെ പോകേണ്ടതാണ്. കാറെല്ലാം ഏർപ്പാട് ചെയ്യാം. റൂമൊക്കെ പോകുന്ന വഴിയിൽ ബുക്ക് ചെയ്യാം. സുഭാഷ് പറയുന്നു. നിധി സുധീഷ് പറയുകയാണ്, നിധിയെയും കൂട്ടിക്കൊണ്ട് വേണം പോകാൻ. ഹരീഷ് ചോദിക്കാണ്, വരുമോ നമ്മുടെ കൂടെ? സുധീഷ് പറയുകയാണ്, ഞാൻ നിധിയോട് ചോദിച്ചു, നിങ്ങൾ എല്ലാവരും പോയിട്ട് വാ, ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. ഒരുപക്ഷെ നിങ്ങൾ എല്ലാവരും കൂടി വിളിച്ചാൽ വരുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളൊന്ന് വിളിച്ചു നോക്ക്. സുഭാഷ് പറയുകയാണ്, വിളിക്കാമടാ. നിധിയെ തന്നെ ഇവിടെ ആക്കിയിട്ട് പോകാൻ പറ്റില്ല. സുധീഷ് പറയുന്നു, അതാ സുഭാഷ് ഏട്ടൻ ഞാനും പറയുന്നത്. സുഭാഷ് ഏട്ടൻ പറഞ്ഞാൽ ഉറപ്പായും നിധി ഓക്കെ പറയും. തുടർന്ന് ട്രിപ്പ് പോകുന്ന കാര്യം നിധിയോട് പറയുകയാണ് എല്ലാവരും. സുഭാഷ് കൂടെ വരണമെന്ന് പറയുമ്പോൾ നിധി ചോദിക്കുന്നു, എന്തിനാ സുഭാഷ് ഏട്ടാ, നിങ്ങൾ എല്ലാവരും കൂടി പോയിട്ട് വാ. നികേഷ് പറയുകയാണ്, ഏട്ടത്തിയും കൂടി ഉണ്ടെങ്കിലേ ട്രിപ്പ് നല്ലതാകത്തുള്ളൂ. പ്ലീസ് ഏട്ടത്തിയും കൂടി വാ. ഹരീഷ് പറയുകയാണ്, ഏട്ടത്തി ഞങ്ങളുടെ കൂടെ വാ. അപ്പൊ സുധീഷ് പറയുന്നു, നിധി ഞങ്ങളുടെ ഒപ്പം വരണമെന്നാ ആഗ്രഹിക്കുന്നത്. പ്ലീസ് നിധി. സുഭാഷ് ചോദിക്കുന്നു, മോള് തനിച്ചിവിടെ ഇരുന്ന് എന്ത് ചെയ്യാൻ പോകുക? നിധി പറയുകയാണ്, സുഭാഷ് ഏട്ടാ നിങ്ങൾ എല്ലാവരും പോയിട്ട് വാ, ഞാൻ ഇവിടെ ഇരിക്കാമെന്നാ വിചാരിച്ചത്. ഞാൻ അവിടെ വന്നിട്ട് എന്ത് ചെയ്യാനാ? നിധി പറയുന്നു, നമുക്ക് എല്ലാവർക്കും കൂടി പോയിട്ട് വരാം മോളെ. നിനക്ക് ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല, ഞാൻ കൂടെയില്ലേ, പിന്നെന്തിനാ പേടിക്കുന്നത്? മോൾക്ക് ഒരു ചേഞ്ച് ആവശ്യമാ, നമുക്ക് ഒരുമിച്ച് പോകാം. നികേഷ് പറയുന്നു, ഏട്ടത്തി പ്ലീസ് ഏട്ടത്തി വാ ഏട്ടത്തി. സുധീഷ് പറയുകയാണ്, നിധി വാന്നേ. അങ്ങനെ എല്ലാവരും കൂടി നിർബന്ധിക്കുമ്പോൾ നിധി പറയുന്നു, ശരി സുഭാഷ് ഏട്ടാ ഞാൻ വരാം നികേഷ്. ഇത് കേട്ട് എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി നിൽക്കുകയാണ്. ഇതേ സമയം നിധിയുടെ വീട്ടിലും ടൂർ പോകുന്ന കാര്യം പറയുകയാണ് നിധിയുടെ അമ്മ ഹേമ. അരുൺ പറയുന്നു, എപ്പോ വേണമെങ്കിലും ടൂർ പോകാം. 2 മണിക്കൂർ കൊണ്ട് ഞാൻ റൂം ഒക്കെ ബുക്ക് ചെയ്ത് പോകാനുള്ള ഏർപ്പാടുകളും ചെയ്യാം. പക്ഷെ അച്ഛൻ വരണ്ടേ? ഹേമ പറയുന്നു, ഇത്രയും വലിയ വീട്ടില് എല്ലാവരും ഓരോ മൂലയ്ക്ക് പോയിരിക്കും. ആരും അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടുന്നതേ ഇല്ല. എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചിട്ട് തന്നെ എത്ര നാളായി. വിശക്കുന്ന സമയത്ത് ഓരോരുത്തരായി വന്ന് എടുത്തു കഴിക്കുന്നു. നിധി ഇവിടുന്ന് പോയതിനു ശേഷം ഈ വീടല്ല. എന്നും ഇങ്ങനെ എല്ലാവർക്കും വിഷമിച്ചിരിക്കാൻ പറ്റുമോ? എന്തെങ്കിലും ചെയ്ത് സന്തോഷമായിട്ട് നമുക്ക് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണ്ടേ? അതുകൊണ്ടാ പറഞ്ഞത് എവിടെയെങ്കിലും ഒന്ന് ടൂറ് പോയിട്ട് വന്നാൽ ഒരു ചേഞ്ച് ആകുമല്ലോ എന്ന്. അരുൺ പറയുന്നു, അച്ഛാ അമ്മ പറയുന്നത് ശരിയാ, നമുക്ക് എവിടെയെങ്കിലും ഒന്ന് പോയിട്ട് വരാം. നിഹാരിക പറയുന്നു, നമുക്ക് പോകാം പ്ലീസ് അച്ഛാ. ഇത് കേട്ട് രാജീവ് പറയുന്നു, മൂക്ക് പുറത്തു പോണോ? ശരി മോളെ നമുക്ക് പോകാം. ഇത് കേട്ട് എല്ലാവരും സന്തോഷത്തോടു കൂടി ഇരിക്കുമ്പോൾ രാജീവ് ചോദിക്കുന്നു, എവിടാ നമ്മള് പോകുക? ഹേമ പറയുകണേ, എവിടെയെങ്കിലും പോകാം, ഈ തക്കല വിട്ടൊന്ന് പോയാ മതി. അരുൺ പറയുന്നു, എന്റെ ഫ്രണ്ടിനൊരു റിസോർട്ട് ഉണ്ട്, നമുക്ക് അവിടെ പോകാം. അവരാണെങ്കിൽ കുറെ നാളായി അങ്ങോട്ട് വിളിച്ചോണ്ടിരിക്കുക. രാജീവ് പറയുന്നു, ശരി അരുൺ, എല്ലാവർക്കും ഓക്കെ ആണെങ്കിൽ എനിക്ക് ഓക്കെ, നമുക്ക് എല്ലാവർക്കും കൂടി പോയിട്ട് വരാം. അരുൺ ചോദിക്കുന്നു, അമ്മയ്ക്ക് ഓക്കെ അല്ലേ? ഹേമ പറയുകയാണ്, എവിടാണെങ്കിലും എനിക്ക് ഓക്കെയാ, ഇവിടെ നിന്ന് 2 ദിവസം ഒന്ന് മാറി നിൽക്കണം, അത്രയും മതി. സാന്ദ്ര മൂക്ക് ഓക്കെ അല്ലേ? സാന്ദ്ര പറയുന്നു, എനിക്ക് ഓക്കെ ആണമ്മേ, പോകാം. ഹേമ പറയുകയാണ്, പിന്നെന്താ, നിന്റെ ഫ്രണ്ടിന്റെ റിസോർട്ടിൽ വിളിച്ച് റൂം ബുക്ക് ചെയ്യും. അരുൺ പറയുന്നു, അത് വലിയ സ്റ്റാർ ഹോട്ടൽ ഒന്നുമല്ല, ഒരു ഫാമിലി റിസോർട്ടാണ്, നമുക്ക് എല്ലാവർക്കും കംഫർട്ടബിൾ ആയിരിക്കും. സാന്ദ്ര പറയുന്നു, അമ്മേ ആ റിസോർട്ട് റൂം എല്ലാം ഞാൻ നെറ്റിൽ കണ്ടായിരുന്നു, നല്ല ഭംഗിയുണ്ട്. രാജീവ് പറയുന്നു, ശരി, എല്ലാം തീരുമാനിച്ചതിന് ശേഷം എപ്പോഴാ പോകുന്നത് എവിടാ പോകുന്നതെന്നൊക്കെ പറഞ്ഞാ മതി, ഞാൻ വരാം. അങ്ങനെ രാജീവ് അവിടെ നിന്ന് പോകുമ്പോൾ ഹേമ പറയുന്നു, അരുണെ നീ പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യ. ഇപ്പൊ നിന്റെ അച്ഛൻ ഇങ്ങനെ പറയും, നാളെ രാവിലെ ആകുമ്പോൾ പോകുന്നില്ല എന്ന് പറഞ്ഞിരിക്കും, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ നോക്ക്. അരുൺ പറയുന്നു, എന്തിനാ ലേറ്റ് ആക്കുന്നത്, നാളെ രാവിലെ തന്നെ പോകാം. ഹേമ പറയുന്നു, അതാടാ നല്ലത്, നാളെ രാവിലെ തന്നെ പോകാം. സാന്ദ്രെ എല്ലാ സാധനങ്ങളും എടുത്തു വെച്ചേക്കണേ, ഞാൻ നിങ്ങളുടെ അച്ഛനോട് നാളെ രാവിലെ തന്നെ പോവാണെന്ന് പറയാം. ഇത് കേട്ട് അരുണും സാന്ദ്രയും നിഹാരികയെല്ലാം വളരെ സന്തോഷത്തോടു കൂടി ഇരിക്കുകയാണ്. തുടർന്നുള്ള റിവ്യൂവുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.